കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം, പൂരങ്ങളുടെ നാട്. അതെ, തൃശ്ശൂരിൽ 2025 നീറ്റ് ജെയ് പോലുള്ള പ്രവേശന പരീക്ഷകളുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ആവേശോജ്വലമായ വരവേൽപ്പാണ് 2025 റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് കടന്നു വന്ന തൃശ്ശൂരിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ കാത്തിരുന്നത്. അപ്പോൾ തൃശ്ശൂരിലെ വിദ്യാർത്ഥികൾ ഇന്ന് മഹനീയമായ വേദിയിൽ ഏറെ അഭിമാനത്തോടുകൂടി ഇരുന്നപ്പോൾ അവരോടൊപ്പം ചേർന്നത് 2024 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ മിടുക്കരായ വിദ്യാർത്ഥികൾ എല്ലാവരുമാണ്. അപ്പോൾ ഏകദേശം 100 കണക്കിലധികം വരുന്ന 2024 നീറ്റ് എൻട്രൻസ് എക്സാമിലെ ടോപ്പേഴ്സ് തൃശ്ശൂരിൽ പുതിയതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്നു. തൃശ്ശൂർ ഗഡികളുടെ ആവേശോജ്വലമായ തുടക്കം നമുക്കൊന്ന് കണ്ടാലോ. ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ്സുകൾ പ്രോഗ്രാമിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും ഡയറക്ടർ ജോർജ് സാറിൻ്റെ ഒരു ഓറിയൻറ്റേഷനും പിന്നെ അത്യാവശ്യം ഗൈഡ് ലൈൻസുമാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുക. ഓൾറെഡി നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞു. ഞാനധികം വലിച്ചെടുക്കുന്നില്ല. ഇന്നത്തെ നിങ്ങളുടെ ഓറിയൻറ്റേഷന് ഇവിടെ എത്തിച്ചേർന്ന ബ്രില്ലിൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട ഡയറക്ടർ ജോർജ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്ത വർഷത്തെ ഞങ്ങളുടെ ജെഇ റിസൾട്ട് ആണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഞങ്ങൾക്ക് തരേണ്ടത്. ഒത്തിരിയേറെ പ്രതീക്ഷകൾ നിങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഈ ഒരു വർഷം മുഴുവൻ ആ പ്രതീക്ഷകളുമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ വർക്ക് ചെയ്ത് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. നിങ്ങളെല്ലാവരും, നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. എൻ്റെ പേര് ഗോപിക. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ K3 റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് പഠിച്ചിട്ടുള്ളത്. ഞാനിവിടെ സെൻറ് ജോൺസ് ഹോസ്റ്റലിലാണ് ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ നീറ്റ് 2024 ഇത്ര ഫുൾ കോൺസെൻട്രേഷനോടുകൂടിയും അതുപോലെ ആരോഗ്യത്തോടുകൂടി എഴുതാൻ സാധിച്ചതിൽ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, അതേപോലെ ഈ അച്ചീവ്മെൻറ്റിൻ്റെ പിറകിൽ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്ന് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ എന്നെ പ്രാപ്തിയാക്കിയ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനോടും ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ, അതായത് +2 കഴിഞ്ഞ് എഴുതിയപ്പോൾ ഞാൻ പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വെറുതെ എഴുതിയായിരുന്നു. എന്തായാലും റിപ്പീറ്റിന് പോകുന്ന അന്നേരം തന്നെ തീരുമാനിച്ചതാണ്. അപ്പോൾ അന്ന് എഴുതിയപ്പോൾ എനിക്ക് 373 സ്കോർ ചെയ്യാൻ പറ്റിയത്. എനിക്ക് 700 എപ്പോൾ എത്താമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതിന് എൻ്റെ ഈ സന്തോഷത്തിൽ എനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത ബ്രില്ലിനോടും 1000 നന്ദി പറയാന്ന്. അതുപോലെ ജോർജ് സാർ ഇരിക്കുന്ന വേദിയിൽ വരാനും ഇങ്ങനെ സംസാരിക്കാനും പറ്റുന്നത് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അവസരം കിട്ടിയതിന് അതിന് ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഈ 2025 എഴുതാമെന്ന് എൻ്റെ എല്ലാ കൂട്ടുകാരോടും ആദ്യം തന്നെ പറയാനുള്ളത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിക്കാം. അന്നെ എടുക്കുന്ന അന്ന് തന്നെ നോക്കുക. അതേപോലെ NCERT അന്ന് തന്നെ റെഫർ ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, ഫോർമുല ബുക്ക്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനമാകുമ്പോൾ മാക്സിമം റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ എഴുതി വെക്കാം.
അതൊക്കെ എടുത്തു വെക്കുക. അതേപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ മാക്സിമം റെഫർ ചെയ്യാൻ നോക്കുക. അതും പിന്നെ ഇവിടെ ലൈബ്രറി ഫെസിലിറ്റി ആയാലും റെഫറൻസ് ആയാലും ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് നല്ല ഫ്രണ്ട്ലിയാണ്. ഞാൻ തന്നെ എന്തൊക്കെയാണ് ഓട്ടത്തിൽ വെച്ചത് എനിക്കറിയില്ല. അത്രയും ഞാൻ എന്ത് ചോദിച്ചപ്പോഴും എനിക്ക് എല്ലാത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു മടിയും കൂടാതെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ ക്ലിയർ ചെയ്യുക. പിന്നെ ഈ ഷെഡ്യൂൾ ടൈറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് അത്ര വീക്ക്ലി എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ അതോ നമുക്കിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് നോക്കണോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അന്നന്ന് എടുക്കുന്ന ടോപ്പിക്സ് എന്തായാലും ഫോക്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടേ എന്തുള്ളൂ. കാരണം വീക്ക്ലി എക്സാമിന് വരുന്ന ടോപ്പിക്സ് നമ്മൾ മുന്നേ പഠിച്ചത് തന്നെയായിരിക്കും. അപ്പോൾ അത് ആദ്യം അന്നന്ന് എടുത്തത് നോക്കിക്കഴിഞ്ഞിട്ട് മാത്രം അത് റിവൈസ് ചെയ്യുക. ഷോർട്ട് നോട്ട്സ് ഒക്കെ ആക്കിയിട്ടുണ്ടാവണം അപ്പോഴത്തേക്ക്. അതൊക്കെ റിവൈസ് ചെയ്യുക. അതുപോലെ വീക്കെൻഡ്സ് ഒക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ യൂസ് ചെയ്യുക. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പോയി ചോദിക്കുക. അതേപോലെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് ആയാലും ജോർജ് സാറിനോടായാലും നമുക്ക് ആരോട് വേണമെങ്കിലും എന്തും പറയാം. നമ്മുടെ മെൻറ്ററിനോടും നമുക്ക് നമ്മളെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യാം. എല്ലാവരും നല്ലോണം സപ്പോർട്ട്, ഇവിടെ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്, നല്ല ഫ്രണ്ട്ലിയാണ്, ഒരു മടിയും വേണ്ട. അപ്പോൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. പഠിക്കുന്ന ടൈമിൽ നല്ലോണം ഫോക്കസ് ചെയ്യുക. എൻ്റെ പേര് ആദിത്യൻ PR. എനിക്ക് 695 മാർക്കാണ് ഈ വട്ടം നീറ്റിൽ കിട്ടിയത്. ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് 500 ആയിരുന്നു മാർക്ക്. അത് ഞാൻ +1 +2 റിജോ PSK കോച്ചിങ്ങിൽ പോയിരുന്നു. ട്യൂഷൻ പോലെയാണ് ഞാൻ മെയിൻലി പോയിരുന്നത്. കാരണം ഞാൻ സ്കൂളിൽ വിട്ടതൊന്നും പഠിച്ചിരുന്നില്ല. കാരണം സ്കൂൾ ലീഡറൊക്കെ ആയതിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ മിക്കതും സ്കൂളിലത്തെ കാര്യം ഡീൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ബോർഡ് എക്സാം എങ്ങനെ ക്ലിയർ ചെയ്യുക എന്നൊരു ചിന്തയിലാണ് ഞാൻ +1 +2 കടന്നു പോയത്. ബോർഡ് എക്സാം കഴിഞ്ഞപ്പോഴാണ് ഒന്നും ആയിട്ടില്ലല്ലോ, നീറ്റ് എഴുതണ്ടേ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ക്രാഷ് കോഴ്സിൽ ചേർന്നത്. അപ്പോൾ ക്രാഷ് കോഴ്സിലത്തെ ക്ലാസ്സുകൾക്ക് കാരണം എനിക്ക് 500 എത്തി. എന്നിട്ട് 500 മാർക്ക് കൊണ്ട് എനിക്കിവിടെ ബെർലിനിൽ ഫുൾ സ്കോളർഷിപ്പിലാണ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയത്. ഞാൻ ഡേ സ്കോളർ ആയിരുന്നു. അപ്പോൾ എന്നും വീട്ടിൽ നിന്ന് വന്ന് പോകുന്നതായതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ സൗകര്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ റിസൾട്ട് ലഭിച്ചതിൽ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ അമ്മയോടും എൻ്റെ അച്ഛനോടാണ്. കാരണം അവസാന നിമിഷങ്ങളിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത്രയും നല്ലൊരു സ്കോറിലെത്താൻ സാധിക്കില്ലായിരുന്നു. അടുത്തായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് ബ്രില്യൻ്റ് ടീമിനോട് തന്നെയാണ്. അത് ക്ലാസ് ടീച്ചറായിട്ടുള്ള അനുജ മിസ് തുടങ്ങി ഡയറക്ടറായിട്ടുള്ള ജോർജ് സാർ വരെ എല്ലാവരോടും എനിക്ക് അകമഴിഞ്ഞ നന്ദിയുണ്ട്. കാരണം എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഇപ്പോൾ തോന്നും. ഇപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ പറയുന്നത് നമുക്ക് അത്ര വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് തോന്നും. പക്ഷെ അവസാനമാകുമ്പോൾ ഓരോരുത്തരുടെ ഓരോ വാക്കുകളും നമ്മളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. അത് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഇതേ ഒരു അവസ്ഥയിലാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ഈ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ളൊരു കൊല്ലം എന്തായിരിക്കും എന്നൊരു ഉറപ്പില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടുത്തെ സാറുമാരും ടീച്ചർമാരായാലും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ടത് മാത്രമാണ് ചെയ്യേണ്ടത് നിങ്ങൾ. അപ്പോൾ ഹോസ്റ്റലേഴ്സ് ആകുമ്പോൾ അവിടെ അതിൻ്റെതായ പോസിറ്റീവ്സും ഉണ്ടാവും, നെഗറ്റീവ്സും ഉണ്ടാവും. ഡേ സ്കോളേഴ്സ് ആയാലും അതിൻ്റെതായ പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. അത് നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ ജോർജ് സാർ ഇവിടെ 2 കുട്ടികളുടെ എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ, 590 690 മാർക്ക് കിട്ടിയവരുടെ. അതിൽ 690 മാർക്ക് കിട്ടിയ കുട്ടിയുടെ പ്രയോറിറ്റി പഠിപ്പായിരുന്നു. ആ കുട്ടി പഠിപ്പിൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഫെസിലിറ്റീസും ബാക്കിയുള്ള കാര്യങ്ങളും കുറഞ്ഞു പോകുന്നത് ആ കുട്ടി അറിഞ്ഞില്ല. പക്ഷെ 590 കിട്ടിയ കുട്ടിക്ക് ഈ പഠിപ്പിലത്തെ കോൺസെൻട്രേഷനൊപ്പം തന്നെ ബാക്കിയുള്ള ചുറ്റുപാടിലും ശ്രദ്ധ ഇത്തിരി പോയത് കൊണ്ടാണ് ആ ഒരു രീതിയിലുള്ള പരാതി പറയാനായിട്ടൊക്കെ ഇടയായത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം വേണം. നിങ്ങളിപ്പോൾ ഒരു ലക്ഷ്യമില്ലാതെ ഇവിടെ ഇരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പലരുടെയും മുഖങ്ങൾ കാണുമ്പോൾ എന്താണ് വേണ്ടതെന്ന് ചിലവർക്ക് നല്ല ധാരണയുണ്ട്, ചിലവർക്ക് ഇതിപ്പോൾ എന്താവണം, എന്താ ഇപ്പോൾ വേണ്ടത്, അങ്ങനെ ഒരു ചിന്തയുള്ളവരുണ്ട്.
ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എന്ത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇവിടുത്തെ സാറന്മാരും ടീച്ചർമാരും പറഞ്ഞു തരും. പിന്നെ ഡെയിലി പോർഷൻസ് എടുക്കുന്നത് അന്നത് പഠിച്ചു പോകാനാണ് എല്ലാവരും പറയുന്നത്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് എത്താൻ സാധിക്കുള്ളൂ. പക്ഷെ എനിക്കങ്ങനെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എനിക്ക് ഇഷ്ടം പോലെ ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു. അതായത് ആദ്യത്തെ ഒരു 2-3 ആഴ്ചക്ക് ഈ പറഞ്ഞ പോലെ ഡെയിലി പോർഷൻസൊക്കെ സുഖമായിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സാംസും അതിൻ്റെ ഒപ്പം വരുമ്പോൾ നമുക്ക് ഇത് പഠിച്ചു പോകാനും അതുപോലെ തന്നെ വർക്ക് ബുക്ക് ചെയ്ത് പോകാനും സാധിച്ചെന്ന് വരില്ല. പക്ഷെ അത് ഓർത്ത് ടെൻഷനല്ല അറിയുന്നത്. നമുക്ക് ആ ഒരു ചിന്ത വേണം, എനിക്ക് ഇത്രയും ബാക്കിയുണ്ട്, അപ്പൊ എനിക്ക് കളിച്ചു നടക്കാൻ സമയമില്ല, ഞാൻ പരമാവധി മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ബാക്ക്ലോഗ്സ് ഒക്കെ തീർക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. അല്ലാതെ അയ്യോ ഒരു കഴിഞ്ഞിട്ടില്ലോ ഞാൻ എന്താ ചെയ്യാം, അങ്ങനെ ആ ഒരു ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പേസ് പോലും നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യമൊക്കെ അന്നത്തെ എടുക്കുന്ന ടോപ്പിക്സിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലൈബ്രറിയിൽ നിന്ന് എക്സ്ട്രാ ബുക്സ് എടുത്ത് റെഫർ ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ടായിരുന്നു. പക്ഷെ പതുക്കെ സെപ്റ്റംബർ ഒക്ടോബർ എത്തി തുടങ്ങിയപ്പോൾ അത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റാതെ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു സാരമില്ല, പോർഷൻസ് കഴിഞ്ഞിട്ട് റിവിഷന് ടൈം തരുമല്ലോ, അപ്പൊ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കുഴപ്പമില്ല കിട്ടുള്ളത്. പക്ഷെ എനിക്കത് പറ്റിയ വലിയൊരു തെറ്റായിരുന്നു. നിങ്ങൾ ആ തെറ്റ് ആവർത്തിക്കാതെ ഞാൻ ശ്രമിക്കണം. നിങ്ങൾ അന്ന് തന്നെ ടോപ്പിക്സ് എടുത്ത ക്വസ്റ്റ്യൻസ് അന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം എടുത്ത ടോപ്പിക് കംപ്ലീറ്റ്ലി പഠിച്ചെത്താൻ പറ്റിയില്ല അല്ലെങ്കിൽ വായിച്ചെത്താൻ സാധിച്ചില്ല എന്നില്ലെങ്കിലും നിങ്ങൾ അന്ന് പഠിച്ച ടോപ്പിക്കിന്റെ എത്രയോട് പഠിച്ചോ ആ പഠിച്ച ടോപ്പിക്കിന്റെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ NCERT കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ബയോളജി NCERT എന്തായാലും വായിക്കും. അത് ആരായാലും വായിക്കും, എന്തായാലും വായിച്ചിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ കെമിസ്ട്രിയും ഫിസിക്സും NCERT പലരും അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ കെമിസ്ട്രി NCERT അവോയ്ഡ് ചെയ്യരുത്, ഫിസിക്സും അവോയ്ഡ് ചെയ്യരുത്. കെമിസ്ട്രിയിൽ ഡയഗ്രാംസും അതുപോലെ ബോക്സിലുള്ള കണ്ടൻസും അതൊക്കെ നമ്മൾ ഒരു ലൈൻ പോലും ഇടാതെ നമ്മൾ നോക്കണം. അത് 2-3 ആവർത്തി വായിക്കാനുള്ള സമയം കണ്ടെത്തണം. ഈ പിക്ചേഴ്സിൻ്റെ ഒക്കെ താഴെയുള്ള ലൈൻസും അതുപോലെ ഓരോ പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോ ക്വസ്റ്റ്യനുള്ള പൊട്ടൻഷ്യലുള്ള ലൈൻസ് ആണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. പിന്നെ ഫിസിക്സിലേക്ക് വരുമ്പോൾ ഫിസിക്സ് ഒരിക്കലും ആരും ലൈൻ ബൈ ലൈൻ NCERT വായിക്കണമെന്ന് പറയാറില്ല. പക്ഷെ നിങ്ങൾ അത് വായിക്കാൻ സമയമുണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അത് വായിക്കാൻ സമയമില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആ പോയിന്റ്സ് ടു പോണ്ടറും അതുപോലെ തന്നെ സമ്മറിയും ആ 2 സംഭവവും എന്തായാലും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. കാരണം ഈ വട്ടം നീറ്റിൽ വന്ന ക്വസ്റ്റ്യൻസിൽ ആ ഭാഗം കവർ ചെയ്തവർക്ക് ഇഷ്ടം പോലെ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. അതിന് 1-2 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ അത് നിങ്ങൾ നിസ്സാരമായിട്ട് വിട്ട് കളയരുത്. ഫിസിക്സിൻ്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എത്ര, ഈ പ്രോബ്ലംസ്, ഈ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് എത്ര ചെയ്യണോ എന്നതിലുപരി ആ കൺസെപ്റ്റ് എത്ര കൊണ്ട് ക്ലാരിറ്റി നമുക്ക് വന്നിട്ടുണ്ട്, ആ കൺസെപ്റ്റ് എത്ര നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ നോക്കുക. ബയോളജി ആയാലും അതെ, ബയോളജി പലരും വിചാരിക്കും എല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ടതല്ലേന്ന്. ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട്, എന്നാൽ എല്ലാം അതാണെന്ന് പറയില്ല. അതിൽ ഇഷ്ടം പോലെ കൺസെപ്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ ബയോടെക്നോളജി എടുക്കുകയാണെങ്കിലും ജെനറ്റിക്സ് എടുക്കുകയാണെങ്കിലും എല്ലാത്തിലും കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഇപ്പോൾ മെന്റലിന്റെ ഓരോ വർക്ക്സിന്റെ ഇയർ ആണെങ്കിലും ഓരോരുത്തരുടെ ജനന വർഷം അല്ലെങ്കിൽ ഓരോരുത്തരുടെ വർക്ക്സിന്റെ കോൺട്രിബ്യൂഷൻസിന്റെ ഇയേഴ്സ് ആണെങ്കിലും മെമ്മറൈസ് ചെയ്യണമെങ്കിലും ആ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്കത് മെമ്മറൈസ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ സാറുമാരും ടീച്ചർമാരും പറഞ്ഞു തരും. പിന്നെ ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നോട്ട് എഴുതുന്നതായാലും ക്ലാസ് ടൈമിൽ ലെക്ചർ നോട്ട്സ് എഴുതുന്നതായാലും അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ സൈഡിൽ ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്യുന്നതായാലും എന്തായാലും നമ്മൾക്കത് ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്നത് എക്സാമിൻ്റെ തലേദിവസം, നീറ്റ് 2025 എക്സാമിൻ്റെ തലേ ദിവസമാണ്.
അപ്പോൾ നിങ്ങൾക്ക് ആ തലേ ദിവസം വായിക്കുമ്പോൾ ഞാൻ ഈ പോയിന്റ് നോട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ എന്താണ് ഉണ്ടായിരുന്നത്, ഞാൻ എന്താണ് ചിന്തിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ആ എക്സാമിന് തലേ ദിവസം മനസ്സിലാക്കാവുന്ന രീതിയിൽ വേണം നിങ്ങൾ ഓരോ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ അത് മനസ്സിലാവുന്ന രീതിയിൽ വേണം എഴുതാൻ. അനുഭവമുള്ളതുകൊണ്ടാണ് പറയണേ. സ്പീഡിൽ കുറേ വട്ടം സാറിന് എഴുതി പോയിട്ട് ലാസ്റ്റ് മറച്ചു നോക്കുമ്പോൾ എന്താന്ന് മനസ്സിലാവാതിരുന്ന അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രില്യൻറ്റിലത്തെ ലെക്ചർ നോട്ട്സ് ഒക്കെയാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബ്രില്യൻറ്റിൽ ക്ലാസ് ടെസ്റ്റുകളും അതൊക്കെ നടത്തും. അതിൽ നിങ്ങൾക്ക് ആദ്യമൊന്നും മാർക്ക് അധികം കയറിയെന്ന് വരില്ല, റാങ്കുകളൊക്കെ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. മാർക്ക് കുറഞ്ഞാലും വീണ്ടും വർക്ക് ചെയ്തിട്ട് മാർക്ക് ഉയർത്താൻ നോക്കുക. പിന്നെ എല്ലാവരോടും കൂടി പറയണത്, ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത് മാർക്കിലാണ്. ഒരിക്കലും റാങ്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ മാർക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മാത്രം, നമ്മുടെ വർക്കും നമ്മുടെ പൊട്ടൻഷ്യലും അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ നിങ്ങൾ മാർക്കിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു വർഷമായിട്ട് ഞാൻ നേരുന്നു. ഈ കുട്ടികളെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാണ്. പരീക്ഷ എളുപ്പമായതുകൊണ്ടാണ് ഇത്രയും മാർക്ക് കിട്ടിയ സമയം. മാർക്ക് പരീക്ഷ കഷ്ടമാണെങ്കിൽ 10 മാർക്ക് കുറയും, എന്നാലും ഇവർ തന്നെ ഉണ്ടാകും. റാങ്കിലൊന്നും കുറയല്ല. കഴിഞ്ഞ കൊല്ലം ബ്രില്യൻറ്റിൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു ഇത്രയും പേർക്ക് കട്ട് ഓഫൊക്കെ എത്ര ആകും. ഞങ്ങൾക്ക് എണ്ണം ഉണ്ടല്ലോ. നമുക്ക് കഴിഞ്ഞ കൊല്ലം 610 മാർക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം കട്ട് ഓഫായിരുന്നു. ബ്രില്യൻറ്റിൽ 620 മുകളിൽ 5000 പേരുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു 621 പിന്നെ 1400 കഴിഞ്ഞ വർഷം 610 എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റിൽ 1400 പേരെ. ആ 1400 എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഒരു 670 മാർക്കിന് മുകളിൽ 1500 പേരുണ്ട്. 670 മാർക്ക് വരുമെന്നാണ് മനസ്സിൽ കഴിഞ്ഞ വർഷത്തെ പല ആണിപ്പോൾ. പക്ഷെ നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി കുറയും എന്നൊക്കെ മനസ്സിൽ കരുതി അങ്ങനെ 2100 പേരുണ്ട് 656 മാർക്കിൻ്റെ മുകളിൽ. 2100 പേര്. അത് 25,000 റാങ്കിനുള്ളിൽ ഏതാണ്ട് ഇന്ത്യയിലെ 25,000 റാങ്കിനുള്ളിൽ അതിൻ്റെ 9% ബ്രില്യൻറ്റിൽ ഈ പശ കിട്ടി. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടാതെ ഒരു 1% അത്രയേ ഉള്ളൂ. എല്ലാം കൂടെ ഒരു 100 പേര്. ഞാൻ എണ്ണി നോക്കി പത്രത്തിലുണ്ടല്ല, അത് കുറയ്ക്കാൻ ഉണ്ട്. അതെല്ലാം കൂടെ ആകെ ഒരു 200 പേര് താഴെയുള്ളൂ. 65% കുട്ടികളും സ്കോളർഷിപ്പോടുകൂടിയാണ് ബ്രില്യൻറ്റിൽ പഠിക്കുന്നത്. കിട്ടാത്ത ഒത്തിരി കുട്ടികളുണ്ട്, അവരുടെ സങ്കടമുണ്ട്. കിട്ടാതെ കിട്ടിയ കുട്ടികളെ നമ്മൾ ഒത്തിരി അമിതമായി സന്തോഷിക്കേണ്ട. അവർ ഇനിയുള്ള പഠിത്തം പഠിക്കട്ടെ. നമുക്കറിയാം പി ജിക്ക് കിട്ടണം, MBBS മാത്രം കിട്ടിയാൽ പോലെ. MBBS ഒക്കെ എന്ന് പറയുന്നത് ഏത് കോളേജിൽ കിട്ടിയാലും കുഴപ്പമില്ലെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം ആർക്കും അത് താല്പര്യമൊന്നും ഇല്ലായിരിക്കും. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടിയാൽ ഒരു ഉള്ളൂ, ഫീസ് പോകും, അത്രയേ ഉള്ളൂ. MBBS മാത്രം പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് PG പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല കോളേജിൽ പഠിക്കാൻ ഇടയാകണം. എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും വളർത്തരുത്. നല്ലൊരു കോളേജ് കിട്ടും, നല്ലൊരു അഡ്മിഷൻ കിട്ടും. നല്ല മിടുക്കരായിട്ട് ഈ ലോകത്ത് വരുന്ന പാവപ്പെട്ടവരായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നതിന് ഞാൻ കുറേ വ്യക്തികളോട് കടപ്പെട്ടിരിക്കുന്നു. ആദ്യമായിട്ട് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ബ്രില്യൻ്റിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ, പ്രത്യേകിച്ച് ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ്. പിന്നെ ബ്രില്യൻ്റ് എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ പാരൻസ്, അവർ വീട് തൊട്ട് എക്സാം ഹാളിൽ കയറണ വരെ വളരെ സ്ട്രെസ്സില്ലാത്തൊരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കി തന്നു. അതിനോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ലിജി മിസ്സിനോടും ജിത് സാറിനോടും അവരുടെ സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ബ്രില്യൻ്റിലെ ബാക്കി റെഫറൻസൊക്കെ സൂപ്പർവൈസ് ചെയ്ത സാറിനോടും, ജോയിഡ് സാറിനോടും, ഗൂഗിൾ സാറിനോടും, അമൽ സാറിനോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ക്ലാസ്സിൽ കൂടെ പഠിച്ച എല്ലാ ഫ്രണ്ട്സിനോടും എൻ്റെ വളരെ വലിയൊരു താങ്ക് യു. ആത്മാർത്ഥമായി എഫേർട്ട് ഇട്ടാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നീറ്റ്. അത് ഒരു എളുപ്പം എക്സ്പീരിയൻസ് ആക്കിയതിന് ബ്രില്യൻറ്റിനോട് ഒന്നുകൂടെ നന്ദി പറയുന്നിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ആൾ. ആദ്യമായി നീറ്റ് 2024 പ്രതീക്ഷിച്ച ഒരു മികച്ച സ്കോർ നേടാൻ സാധിച്ചതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്. അതുപോലെ തന്നെ JEE മെയിൻസിനും JEE അഡ്വാൻസിനും മികച്ച സ്കോർ കരസ്ഥമാക്കാൻ കഴിഞ്ഞ തൃശ്ശൂരിലെ വിദ്യാർത്ഥികൾക്കും എൻ്റെ കൺഗ്രാറ്റ്സ്. ഈ വർഷം ഞാൻ വിചാരിച്ചൊരു സ്കോർ എനിക്ക് നേടാൻ സാധിച്ചതിന് ഞാൻ ബ്രില്യൻറ്റിനോട് നന്ദി പറയുന്നു. ഈ 2 വർഷം ശരിക്കും ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്തതും എഫേർട്ട് ഇട്ടതും പിന്നെ ടെൻഷൻ അടിച്ചതും വർഷങ്ങളായിരുന്നു. നമ്മളിപ്പോൾ ബ്രില്യൻറ്റിൽ എത്തുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം കോമ്പറ്റീഷനുള്ള ഒരു സ്പേസാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ സാധിച്ചു. അപ്പോൾ അതിന് ഞാൻ ഏറ്റവും അധികം നന്ദി പറയുന്നത് ബ്രില്യൻറ്റിനോടാണ്. പിന്നെ നമ്മുടെ ഡയറക്ടർ ജോർജ് സാർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ സ്പീച്ചസൊക്കെ തരാൻ ക്ലാസ്സുകളിലേക്ക് വരാറുണ്ട്. അപ്പോൾ മിക്കവാറും എനിക്ക് ഇത്തിരി മാർക്ക് കുറവുള്ള സമയത്താണ് ജോർജ് സാർ വരാറ്. മാർക്ക് കിട്ടുമ്പോൾ ജോർജ് സാറ് വരാൻ ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കും. ജോർജ് സാറിൻ്റെ നിന്നൊരു ക്യാഷ് പ്രൈസ് കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ജിത് സാർ എപ്പോഴും ഒരു അപ്രോച്ചബിൾ പേഴ്സണാണ്. നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് സാറിന് അറിയാവുന്ന രീതിയിലെല്ലാം അത് പരിഹരിച്ച് തരാൻ സാർ നോക്കും. പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് മോട്ടിവേറ്റർ ആയിരുന്നു. മാർക്ക് കുറഞ്ഞാലും സാറ് എന്നോട് പറയാറ് മാർക്ക് റാങ്കൊന്നും നോക്കണ്ട, പഠിച്ചു പോയാൽ മതി. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ലിജി മിസ്, ശരിക്കും ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ലിജി മിസ്. നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നാലും മിസ് അതിന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തെടുക്കും. അതുകൊണ്ട് ജിത് സാറും ലിജി മിസ്സും തന്നെയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഒരു മെയിൻ മോട്ടിവേറ്റർ. പിന്നെ എൻ്റെ പാരൻസ്, ഞാൻ സ്കൂളിലേക്ക് വരുന്നത് സ്കൂൾ ബസ്സിലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ എത്താന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് ഗ്യാപ്പുണ്ട്. പക്ഷേ എപ്പോഴും ഞങ്ങളൊരു 2 മിനിറ്റ് വൈകിട്ടാണ് ഇറങ്ങാറുള്ളൂ. അപ്പോൾ ഈ ബസ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയ ടാസ്ക്കാണ്. അത് ഇനി അങ്ങനെ ഒരു ദൗത്യം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എൻ്റെ അച്ഛന് ഇപ്പോഴും ഉണ്ട്. ഒരു വിജയം കൈവരിക്കാൻ പറ്റുന്ന ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നത് ദൈവത്തിനാണ്. കാരണം നമ്മൾ എത്രയൊക്കെ വർക്ക് ചെയ്ത് പഠിച്ചാലും എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും, അപ്പോൾ അവർക്കെല്ലാവരും ഞാൻ നന്ദി പറയാണ്. പിന്നെ എൻ്റെ പേരൻസ്, ഞാൻ കഴിഞ്ഞ നീറ്റ് എഴുതിയിരുന്നു. അതിലെനിക്ക് 560 മാർക്ക് കിട്ടിയിരുന്നു. എനിക്ക് MBBS ഒക്കെ വെറ്റിനറിക്ക് പോയായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് വാശി പിടിച്ചതാണ് വെറ്റിനറിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ റിപ്പീറ്റ് ചെയ്താൽ ഇനിയും ഒരു പ്രാവശ്യം കൂടെ നോക്ക്, അതിൽ നമുക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്നത് പാരൻസ് ആയിരുന്നു. അവർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ വിജയം കൈവരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് വലിയൊരു താങ്ക്സ്. പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ശ്രീലക്ഷ്മി മിസ് ആയിരുന്നു.
മിസ്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യായിരുന്നു. ഇപ്പം നമുക്ക് ഇതൊരു എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയാൽ മിസ്സ് വന്ന് ചോദിക്കും എന്താ പറ്റി, മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞില്ലേ, പോർഷൻസ് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ വിഷമം എപ്പോഴായാലും മിസ്സിൻ്റെ അടുത്ത് പറയാൻ പറ്റുമായിരുന്നു. മിസ്സ് അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറ് എപ്പോഴും പറയും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും കൂടെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഇവിടുത്തെ കോർഡിനേറ്റർ സാറ് ആൽബിൻ സാറ്, എൻ്റെ ഒരു ഫ്രണ്ട് പാലയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞിരുന്നു അവിടുത്തെ സാറുമാരൊന്നും ക്ലാസ്സിക്ക് വരും, പക്ഷേ കൂടുതൽ എപ്പോഴെപ്പോഴും വരാറില്ല എന്ന്. പക്ഷേ അപ്പം എനിക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ അവിടെ ആൽബിൻ സാറ് ഓൾമോസ്റ്റ് എല്ലാ ഡേയും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും. ഓരോ ക്ലാസ് പുതിയതായിട്ട് ഓരോ ടീച്ചേഴ്സ് വന്നു പോയാലും ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, മനസ്സിലാവണില്ലേ, വേറെ ടീച്ചേഴ്സിനെ വേണോ, എല്ലാം വന്ന് അന്വേഷിക്കും സാറ്. പിന്നെ ജിത്ത് സാറ് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് ജിത്ത് സാറായിരുന്നു. എക്സാമിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ കൂടുതൽ ടെൻഷനായപ്പോൾ ഞാൻ ജിത്ത് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സാറ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ എനിക്ക് ആ എക്സാം ഹോളിൽ അത്രയും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ സാർ എന്നോട് പറഞ്ഞത്, ഇപ്പം നമ്മൾ ബ്രില്യൻ്റ് എക്സാം എഴുതുമ്പോൾ ബയോളജി ഒക്കെ നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ് കൊണ്ടൊക്കെ തീരും. പക്ഷേ എക്സാമുകൾ ഒരിക്കലും അത് നടക്കില്ല. എങ്ങനെ പോയാലും ഒരു 1 മണിക്കൂറോ 1.25 മണിക്കൂറൊക്കെ എന്തായാലും വേണ്ടി വരും. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാണ്ട് അത് മനസ്സിലാക്കി എഴുതി പോകണം. അതുകൊണ്ട് സാർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം എക്സാം എഴുതുന്ന ടൈമിൽ എനിക്ക് ഇപ്പോൾ ബയോളജി എഴുതേണ്ടതിൽ നമ്മൾ ക്ലോക്കിൽ ടൈം നോക്കിയാലും ബയോളജിക്ക് എന്തായാലും ടൈം എടുക്കും എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് കൂളായിട്ട് ആ എക്സാം എഴുതാൻ പറ്റിയതൊക്കെ സാറിൻ്റെ ആ വാക്കുകൾ കാരണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയാണ്. പിന്നെ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സ്, പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം +1 ഹൈബ്രിഡ് ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ കുറച്ച് ടൈമാണേലും എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നത് ലിജി മിസ്സായിരുന്നു. കുറച്ച് നാൾ മിസ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മിസ്സ് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കൂടുതലുണ്ടെങ്കിൽ കൊണ്ടുവന്ന് തരും ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ഹൈബ്രിഡിൽ ചേർന്നപ്പോൾ മിസ്സല്ല ക്ലാസ് മിസ്, എന്നാലും മിസ് ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. റിസൾട്ട് വന്നപ്പോഴും എഴുതിയപ്പോൾ റിസൾട്ട് വന്നപ്പോഴും ഓരോ മോഡൽ എക്സാമിൻ്റെ ഫസ്റ്റ് മോഡൽ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴൊക്കെ മിസ്സ് വിളിച്ച് കൺഗ്രാറ്റ്സ് പറയും. മിസ്സിൻ്റെ എന്താവശ്യമുണ്ടെങ്കിലും മിസ്സിനെ വിളിച്ചോളാൻ പറയും. എന്നിട്ട് എല്ലാവരും നമ്മുടെ കൂടെ തന്നെയായിരുന്നു. പിന്നെ ഹോസ്റ്റലായിരുന്നു, മേരിഗോൾഡ് ഹോസ്റ്റല്. അവിടെ എൻ്റെ മിസ്സുമാരെ അമൃത മിസ്സും ഡോണ മിസ്സും പിന്നെ മിനി ആൻറ്റി ഉണ്ടായിരുന്നു. നമുക്ക് ഹോസ്റ്റലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മിസ്സുമാരോട് പറയാം. എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാതായ സമയമൊക്കെ മിസ്സുമാരുടെ അടുത്ത് പോയി കരഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ നമ്മുടെ കൂടെ ഒരുമിച്ച് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നത് ആ മിസ്സുമാരായിരുന്നു. അമൃത മിസ്സും ടോണ മിസ്സൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ വന്ന് അന്വേഷിക്കും. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയി പറഞ്ഞില്ലേലും നമ്മുടെ മുഖം കണ്ട മിസ്സിന് മനസ്സിലാവും. അപ്പം ഇങ്ങോട്ട് വന്ന് ചോദിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് ഇത്രയും മാർക്ക് വാങ്ങാൻ പറ്റിയത് ഇത്രയും സപ്പോർട്ടും നമ്മൾ ആ കംഫോർട്ട് സോണിൽ നിർത്തിയതുകൊണ്ട് മാത്രം. അതുപോലെ എല്ലാം ബ്രില്യൻറ്റിൽ ഒന്നുകൂടെ നന്ദി പറഞ്ഞ് നിർത്തുന്നു. ഞാനിന്ന് ഭയങ്കര സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് കാരണക്കാരായ ഒരുപാട് പേരോട് എനിക്ക് ഇവിടെ നന്ദി പറയാൻ ആഗ്രഹമുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് എൻ്റെ പേരൻസിനോടാണ് നന്ദി പറയാനുള്ളത്. ഞാൻ ഹോസ്റ്റലിലൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഈ 2 വർഷവും എന്നെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും എൻ്റെ അമ്മയാണ്. എക്സാമിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷനും ഇല്ലാതെ ഓരോ ജേർണിയും ഏറ്റവും കൂടുതൽ എൻജോയബിൾ ആക്കിയത് അമ്മയാണ്. പിന്നെ അച്ഛനാണെങ്കിലും ഒരിക്കലും റാങ്കിനെ പറ്റി ഒരു തരത്തിലുള്ള കോമ്പറ്റീഷനും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. എപ്പോഴും ഫൈനൽ എക്സാമിലായിരിക്കണം ബെസ്റ്റ് പെർഫോമൻസ് എന്നാണ് എൻ്റെ പേരൻസ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ബ്രില്യൻറ്റിനോടാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ളത്. അതിൽ കുറച്ച് ആൾക്കാരുടെ പേരെടുത്ത് പറയാനുണ്ട്. ആദ്യം പറയുകയാണെങ്കിൽ ജോർജ് സാറ്. എനിക്കൊരു അനുഭവം ഇപ്പോൾ ഓർത്തപ്പോൾ എടുത്ത് പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാവശ്യം ഒരു മോഡൽ എക്സാം, എനിക്ക് കോൾഡ് ആയതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കണേ. ഒരാഴ്ച ഒരു മോഡൽ എക്സാമിന് എനിക്ക് 523 അങ്ങാണ്ടാണ് മാർക്ക് കിട്ടിയത്. അപ്പോൾ അന്നിങ്ങനെ ലഞ്ച് ബ്രേക്കിന് എല്ലാവരും പറഞ്ഞു ഇന്ന് ജോർജ് സാറ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും നല്ല ടെൻഷനായിരുന്നു. കാരണം എനിക്ക് നല്ല റാങ്ക് കുറവായിരുന്നു, പക്ഷെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ആളുടെ മാർക്ക് വായിക്കുമ്പോൾ 523 എന്ന് കേട്ടാൽ സാർ എന്താണോ പറയുക എന്ന് ഞാൻ ആലോചിച്ചു. കാരണം 700 ഒക്കെ എനിക്ക് ലാസ്റ്റൊക്കെ കിട്ടിയപ്പോൾ പോലും അത്രേ ഉള്ളൂ എന്ന് സാർ ചോദിക്കാറുണ്ട്. അപ്പോൾ 523 എന്ന് കേട്ടാൽ സാർ എന്ത് പറയും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു.
പക്ഷെ അന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അന്ന് റിസൾട്ട് വായിച്ച് എനിക്ക് 523 മാർക്കാന്ന് കണ്ടപ്പോൾ ആദ്യമായിട്ട് സാർ അന്ന് അടുത്ത് വന്ന് എനിക്ക് കൺഗ്രാജുലേഷൻസ് തന്നു. ഇപ്പോൾ ഇത്രയും മാർക്ക് കിട്ടിയ റിയൽ എക്സാമിന് 720 കിട്ടുമെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ സാർ അന്ന് പറഞ്ഞത് എനിക്ക് അന്ന് ശരിക്കും ഒരു ഭയങ്കര റിലീഫാണ് തോന്നിയത്. പിന്നെ എനിക്ക് രണ്ടാമത് പറയാനുള്ളത് ജിത്ത് സാറിനെ പറ്റിയാണ്. സാർ എപ്പോഴും ഫൈനൽ എക്സാമിൻ്റെ എക്സാം ഹാൾ എക്സ്പീരിയൻസ് സാർ എപ്പോഴും വന്ന് ക്ലാസ്സിൽ പറയുമായിരുന്നു, ടൈം മാനേജ്മെൻറ്റിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും അതൊക്കെ. അപ്പോൾ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കങ്ങനെ ഉണ്ടാവില്ലായിരിക്കും, കാരണം ഞാൻ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് സമയത്തിന് വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ശരിക്കും എക്സാം ഹാളിൽ ഉണ്ടായ പല കാര്യങ്ങളും സാറ് പറഞ്ഞു അതേപോലെയാണ്. പിന്നെ എനിക്ക് അതിലൊരു എക്സ്പീരിയൻസ് ഉള്ളത്, ഞാൻ 11th പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒരു ഡൗട്ട് ക്ലിയറൻസിന് ഞാൻ നിന്നു. അന്ന് ഒരു 7 മണിയായി ഈ ഡൗട്ട് ക്ലിയറൻസ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ 7 മണിക്ക് ഞാൻ പുറത്തിറങ്ങുമ്പോഴും ജിത്ത് സാറും പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ജോയൽ സാറും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സെൻറ്ററിലെ കുറേ ടീച്ചേഴ്സും എനിക്ക് വേണ്ടി മാത്രം അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ കുറേ പ്രാവശ്യം എൻ്റെ അമ്മ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോവാം, ബാക്കി ഡൗട്ട് അടുത്ത ദിവസം ചോദിക്കാമെന്ന് പറഞ്ഞിട്ടും 7 മണി വരെ സാർ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്തൊക്കെ ചോദിക്കാനുണ്ടെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് വേണമെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിലും ഏത് സമയത്തും അപ്രോച്ചബിൾ ആയിരുന്നു സാറ്. പിന്നെ അതുപോലെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ജോയൽ സാറ് പേഴ്സണലി വന്ന് കുറേ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും എക്സാമിന് മാർക്ക് പറഞ്ഞാലും അത് ഞാൻ ജസ്റ്റിഫൈ ചെയ്തില്ലെങ്കിലും ഞാനായിട്ട് അതിന് എക്സ്ക്യൂസസ് ഒന്നും പറഞ്ഞില്ലെങ്കിലും സാർ എൻ്റെ അടുത്ത് പറയും, ഋതി ഡെയിലി ടോപ്പിക്ക് പഠിക്കണോണ്ടല്ലേ, കുഴപ്പമില്ല. ഇപ്പോൾ സാർ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം എനിക്ക് സ്കോളർഷിപ്പിന് മാർക്ക് കിട്ടി. അപ്പോൾ സാർ പറയും, ഋതിക്ക് അതിന് മുമ്പൊക്കെ ഋതിക്ക് മാർക്ക് കുറവായിരുന്നില്ലേ, ഋതിക്ക് എപ്പോഴും ഫൈനൽ എക്സാമിന് മാർക്ക് കിട്ടും. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര റിലീഫായിരുന്നു. പിന്നെ ഇവിടെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും അവരുടെ ഡൗട്ട് ക്ലിയറൻസും ക്ലാസ്സസും ബ്രില്യൻ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലും അതെല്ലാം കൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്നിവിടെ നിൽക്കാൻ പറ്റുന്നത്. പിന്നെ എൻ്റെ ക്ലാസ് ദേവമാതാ സ്കൂളും അവിടുത്തെ ടീച്ചേഴ്സും. ഞാൻ ഒരു കാര്യം കൂടെ പറയണം, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച ഭാരതീയ വിദ്യാഭവൻ സ്കൂളും ആ സ്കൂളും അതെനിക്ക് തന്നിട്ടുള്ള അംഗീകാരങ്ങളുമാണ് ഇത്രയും വലിയ സ്വപ്നങ്ങൾ കാണാൻ പോലും എനിക്ക് ഒരു ധൈര്യം തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും. നമ്മൾ ബ്രില്യൻറ്റിൽ ഒരു കോച്ചിങ്ങിന് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വളരെ അൺഹെൽത്തിലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. എന്നെക്കാളും മാർക്ക് കുറവ് കിട്ടുമ്പോഴും നിനക്ക് അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന വളരെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവരുടെ എല്ലാ സഹായം കൊണ്ടാണ് ഇത്രയും പാഷനേറ്റായി പഠിക്കാനും എൻജോയ് ചെയ്ത് എക്സാം എഴുതാനും ഇന്നിവിടെ നിൽക്കാനും എനിക്ക് പറ്റിയത്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക്സ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കിട്ടുമെന്ന്. അപ്പോൾ ഈ വിജയം കൈവരിക്കാൻ സാധിച്ചതിലും എക്സാം ഹാളിൽ എനിക്ക് അത്രയും മാക്സിമം എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചതിലും ഞാൻ ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. എന്ന് വെച്ചാൽ നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും ആ എക്സാം ഹാളിലെ ആ അറ്റ്മോസ്ഫിയർ അത് എങ്ങനെ ഇരിക്കുന്നോ അതാണല്ലോ നമ്മളെ മാർക്കിനെ ബാധിക്കുക. അപ്പോൾ അതെനിക്ക് ഏറ്റവും നല്ലത് തന്നെ കിട്ടി. എൻ്റെ കൂടെ ഉണ്ടായ കുറേ പേർക്ക് കുറേ ദൂരമൊക്കെ ആയിരുന്നു സെൻറ്ററൊക്കെ കിട്ടിയത്. പക്ഷെ എനിക്ക് എത്ര അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, 10 മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലൊക്കെ ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഈ വിജയത്തിൽ ഏറ്റവും സന്തോഷം എൻ്റെ ഗ്രാൻഡ് ഫാദറിനായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാനിവിടെ വന്ന് ഒരു സെപ്റ്റംബർ മാസമായപ്പം മുത്തശ്ശൻ പോയി. അപ്പോൾ അന്നേരം ഞാൻ നല്ല ഡൗൺ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും സപ്പോർട്ട് തന്നത് എൻ്റെ വാർഡനായ എൻ്റെ ടീച്ചറായിരുന്നു, സ്റ്റെഫി മിസ് ഇവിടെ ഇല്ല. അപ്പം മിസ്സിനോട് ആദ്യം തന്നെ ഒരുപാട് താങ്ക്സ് പറയുന്നത് കാണുന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടുത്തെ ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ മോഡൽ എക്സാംസിന് മുന്നേ രാവിലെയും അതേപോലെ വീക്ക്ലി എക്സാംസിന് സാറിങ്ങനെ ഇടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരിക്കൽ വന്ന് കാണുമായിരുന്നു പ്രൈസ് കൊടുക്കാനായിട്ട്. അപ്പോൾ എന്നും പ്രാർത്ഥിക്കും എനിക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് പ്രൈസ് വാങ്ങണം, ഫോട്ടോ എടുക്കണം, ഗ്രൂപ്പിലിടുമ്പോൾ അതൊക്കെ വലിയ കാര്യമല്ലേ. അപ്പോൾ എനിക്ക് മാർക്ക് കിട്ടുമ്പോഴൊന്നും സാർ അധികം വരാറില്ല. പിന്നെ ഒരു തവണ വന്നു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി, എൻ്റെ അമ്മക്കും അച്ഛനും ഒക്കെ നല്ല സന്തോഷമായി. പിന്നെ അവരോട് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. എന്നെ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ വരെ എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ വന്നു. ലീവിന് ഞാൻ തിരിച്ചു പോയിട്ടൊന്നുമില്ല, ഞാനിവിടെ ഹോസ്റ്റലിലായിരുന്നു സെൻറ്റ് ജോൺസ്. അപ്പോൾ അവിടെ നല്ല എൻവയോൺമെൻ്റ് ആയിരുന്നു. വീട്ടിൽ പോയാലും അങ്ങനെ പഠിക്കൊന്നുമില്ല എന്നല്ല തോന്നി ഞാൻ ഇവിടെ തന്നെ നിന്നു. അതിനൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ
എൻ്റെ ഫ്രണ്ട്സ് ഫസ്റ്റ് ടൈം എനിക്ക് പറയാനുള്ളത് അനുപമയോടാണ്. എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ആദ്യം അവളുടെ അടുത്താണ് പോവാം. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഡിസ്കസ് ചെയ്തിട്ട് സാറിൻ്റെ അടുത്തൊക്കെ പോവാം. അപ്പോൾ ഓളോട് ഒരുപാട് താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്തതിനും മോട്ടിവേറ്റ് ചെയ്തതിനും. അതുപോലെ ഇവിടുത്തെ എല്ലാ പ്രൊഫസേഴ്സിനോടും ഞാൻ എന്തൊക്കെ പൊട്ടത്തരം ചോദിച്ചാലും അതിനൊക്കെ ഒരു മറുപടി ഉണ്ടായിരുന്നു സാർമാർക്ക്. അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ ഇവിടെ നല്ല മാർക്ക് ലഭിച്ച JEE മെയിൻസ് ആയാലും അഡ്വാൻസ്ഡും നീറ്റിൻ്റെ നല്ല സ്കോർ ലഭിക്കാൻ സാധിച്ച എല്ലാവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റിയ, പോളിൻ്റെ അമ്മയാണ്. അമല മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. പോളിൻ്റെ ഫാദർ ഇവിടെ ജൂബിലിയിലെ ഓർത്തോപെഡിക്സിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഞങ്ങൾ രണ്ടും ഒരിക്കലും നിർബന്ധിച്ച് പോളിനെ ഈ ഫീൽഡിലോട്ട് വിട്ടിട്ടില്ല. കാരണം നമുക്ക് മെഡിസിനിലോട്ട് വന്നാലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് എല്ലാം ഞാൻ ആകെ ഒരു കാര്യം മാത്രം, മാതാപിതാക്കൾ നമ്മൾ ചെയ്യേണ്ട ഇവരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അവരുടെ ആഗ്രഹം ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും ഓക്കെ MBBS ആണ് ഞങ്ങളുടെ വിചാരം. ഇപ്പോൾ IIT എഞ്ചിനീയറിംഗ് ഫീൽഡിലും ചിലപ്പോൾ കുറച്ചുകൂടെ നല്ലതെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അവനെന്തായാലും നമ്മൾ ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ മക്കളോടുള്ള കാര്യം എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുന്നു. ഞാൻ അഹങ്കരിക്കുന്നതല്ല, പക്ഷേ ഇവൻ്റെ പഠിക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷം വരായിരുന്നു. കാരണം അവൻ കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് 10:30 വരെ പഠിക്കുള്ളൂ കേട്ടോ. 10:30 വരെ പഠിച്ച് പിന്നെ ഒരു അരമണിക്കൂർ അവൻ റിലാക്സ് ചെയ്യും. രാവിലെ കൃത്യം ഞാൻ എഴുന്നേൽപ്പിക്കണം, 5 മണിക്ക് എഴുന്നേൽപ്പിക്കണം. അത് എല്ലാ ദിവസവും ഈ കഴിഞ്ഞ 2 വർഷവും മുടങ്ങാതെ നടന്നിരുന്ന കാര്യമാണ്. അപ്പം പിന്നെ എന്ത് ഫാമിലി ഫംഗ്ഷൻ ആയാലും അവൻ പറയും ഇല്ല അമ്മ വരില്ല, ഞങ്ങൾ മാത്രമേ പോകുള്ളൂ. എവിടെയെങ്കിലും പോകണമെങ്കിലും ഇപ്പം വീട്ടിലായാലും എൻ്റെ പേരൻസ് തിരുവനന്തപുരത്ത്, അപ്പോൾ അവിടം വരെ പോകണമെങ്കിലും ചിലപ്പം ഒരു ദിവസം 2 ദിവസം മാക്സിമം, അതിൽ കൂടുതൽ അവൻ ചിലവഴിക്കില്ല. അപ്പം അത്രയും കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്താൽ എപ്പോഴും അതിനൊരു പ്രതിഫലം കിട്ടുമെന്ന് നമുക്കും. അപ്പോൾ ഇവൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അതാണ് പ്രാർത്ഥന, ദൈവം അതിനൊന്ന് പ്രതിഫലം നൽകണമെന്ന് എപ്പോഴും നമുക്ക് പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ കുട്ടികൾക്കും അത്രയും തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം എല്ലാവർക്കും. പക്ഷേ ഈ പ്രാവശ്യത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം റാങ്കിൻ്റെ കുറേ വ്യത്യാസങ്ങളൊന്നും എല്ലാവർക്കും വിഷമമുണ്ട്. നമുക്കെല്ലാവർക്കും വിഷമമുണ്ട്. എന്നാലും ഒന്നുമല്ല. ജോർജ് സാർ പറഞ്ഞ വേറൊരു കാര്യം ഇവിടെ പറയണം. MBBS ഒരു ആദ്യത്തെ കടമ്പ മാത്രമാണ്. അത് കഴിയുമ്പോൾ അതിനപ്പുറത്തെ ഒരു കടമ്പയുണ്ട്, അത് നിങ്ങളുടെ PG എക്സാം. ഇതിനപ്പുറം പ്രവർത്തിക്കണം. കാരണം ഇത്രയും സീറ്റ് പോലും ഇല്ല, ഇതിലും കുറവ് സീറ്റേ ഒരു MD അഡ്മിഷനോ MSനോ ഒക്കെ ഉള്ളൂ. അതെപ്പോഴും നിങ്ങൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യാനായിട്ടാണ് ഇനിയും ഫർദർ. അപ്പോൾ MBBS ഇതൊരു തുടക്കം മാത്രമാണ്. അതാണ് കുട്ടികൾ ഓർക്കേണ്ടത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെയുള്ള നിങ്ങൾക്ക് നമ്മൾ വർക്ക് ചെയ്യാനും എത്രയും നന്നായിട്ട് വർക്ക് ചെയ്യാനും അത്രയും നല്ല ഡോക്ടർമാരാകാനും ഉള്ള സാന്നിധ്യവും പ്രയത്നവും ഇനി അങ്ങോട്ടും കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്ന ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എപ്പോഴും ബ്രില്യൻറ്റിനോട് എപ്പോഴും താങ്ക്സ്. കാരണം ഞങ്ങൾക്ക് തൃശ്ശൂർ കുട്ടിയെ ഒന്ന് ട്രെയിൻ ചെയ്യാനൊരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ബ്രില്യൻറ്റ് വന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ചേച്ചിയുടെ മോനും ഇവിടെ തന്നെയാണ് പഠിച്ചത്. അവൻ ഇതുപോലെ നല്ല മാർക്കുണ്ടായിരുന്നു. 2022 ബാച്ചിൽ ഇപ്പം തൃശ്ശൂർ പഠിക്കുകയാണ്. നല്ല റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ബ്രില്യൻ്റ് ഉള്ള കാരണം നമുക്ക് ഭയങ്കര സമാധാനം. വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ്, നമുക്ക് 2.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ബ്രില്യൻ്റ് വന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. എന്തായാലും നന്ദി, താങ്ക് യു. നല്ല വിജയം നേടിയ എല്ലാ കുട്ടികൾക്കും ആശംസകളും കൺഗ്രാജുലേഷൻസും. അതോടൊപ്പം അതിന് നിങ്ങളെ പ്രാപ്തരാക്കിയ ബ്രില്യൻറ്റിൻ്റെ എൻ്റെ ടീം എന്ന് ഞാൻ പറഞ്ഞത് ടീച്ചേഴ്സ്, they were doing their work. Directors, they were motivating the entire classes and students. പിന്നെ ഇപ്പം ശിവൻ സാറ് നമ്മൾ ഓരോരോ കൺഫ്യൂഷൻസിനും നമ്മൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വൈസർ ആയിട്ട് ശിവൻ സാർ എപ്പോഴും നമുക്ക് വീഡിയോയിലൂടെ ആണെങ്കിൽ കൂടി ഓവർ ഫോൺ ഹി വാസ് ആൾവേസ് അവൈലബിൾ.
brilliant team was behind this each and every successful student. കാര്യം എനിക്ക് എൻ്റെ മൂത്ത ആളുടെ ഒരു എൻട്രൻസ് സമയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ സമയത്ത് ഇവിടെ ബ്രില്യൻ്റ് ക്യാമ്പസ് ഉണ്ടായിരുന്നില്ല തൃശ്ശൂർ. ഡോക്ടർ പോളിൻ്റെ മദർ പറഞ്ഞ പോലെ ഇതൊരു ബ്രില്യൻ്റ് ക്യാമ്പസ് തൃശ്ശൂർ എത്തിയത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി. എൻ്റെ മകന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതും ഇതുപോലെ പരീക്ഷയുടെ സമയത്തുള്ള ടെൻഷനും അതൊക്കെ അതിനൊരു സപ്പോർട്ട് ബ്രില്യൻറ്റിൻ്റെ ആ ടീം പ്രൊവൈഡ് ചെയ്ത പോലെ അവന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ആ ഡിഫറൻസ് നന്നായി അറിയാം. മോള് നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഐ വാസ് എൻജോയിങ് ദ എൻ്റയർ 2 years. Even though I was not studying with her, I was accompanying her throughout her all through these 2 years. ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സസും സാറിൻ്റെ ഓരോ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് അനൗൺസ്മെൻറ്റ് അതിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഐ വാസ് റിയലി എൻജോയിങ് ദിസ്. പ്രോബബ്ലി കുട്ടികളുടെ സ്ട്രെസ്സും ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഇവരായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് സഹായിച്ചിട്ടുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നല്ല വിജയം കൈവരിച്ച എല്ലാവർക്കും ഒന്നുകൂടെ ആശംസകൾ അർപ്പിക്കുന്നു. ഒരു കാര്യം, ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഭൂരിഭാഗം ആളുകൾ കുട്ടികൾ മെഡിക്കൽ കോളേജസിലേക്ക് പോകുന്നത് ബ്രില്യൻ്റ് വഴിയാണ്. സാർ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഇനിയും ബ്രില്യൻറ്റിന് സാധിക്കട്ടെ. കുട്ടികൾക്ക് ത്രൂ ബ്രില്യൻറ്റ് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ, മെഡിക്കൽ കോളേജിലെ സ്റ്റഡീസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഞാനൊരു മെഡിക്കൽ കോളേജ് ടീച്ചറാണ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പലപ്പോഴും ഈ എൻട്രൻസ് കഴിഞ്ഞ് അവിടെ വരുമ്പോൾ കുട്ടികളൊക്കെ പകച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് എനിക്കും ഉണ്ട്. ഞാൻ എൻട്രൻസിൽ ക്വാളിഫൈ ചെയ്ത് അന്ന് 500 സീറ്റേ ഉള്ളൂ മെഡിസിന്. 90 88 500 സീറ്റേ ഉള്ളൂ. ട്രിവാൻഡ്രത്ത്, കോഴിക്കോട് 200, ബാക്കി 3 കോളേജിൽ 500 വെച്ചിട്ട് 50 വെച്ചിട്ട് ടോട്ടൽ 500 സീറ്റ്സ്. അതിലെനിക്ക് എനിക്ക് തോന്നുന്നു എനിക്കൊരു 107 റാങ്ക് ഉണ്ടായിരുന്നു കേരള എൻട്രൻസിന്. അപ്പോൾ ആ സമയത്ത് അങ്ങനെയൊക്കെ കോളേജിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ മിടുക്കനാണെന്ന്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി മുതൽ തുടങ്ങി നമ്മുടെ മുട്ട് വിറയ്ക്കാന്നുള്ളത്. അപ്പം അവിടെ പതറിപ്പോവാതെ നമ്മൾ അവിടുത്തെ ആ കുട്ടികളുടെ സീനിയേഴ്സിൻ്റെ സ്റ്റഡി പാറ്റേണും ടീച്ചേഴ്സിൻ്റെ അഡ്വൈസ് എല്ലാം ഫോളോ ചെയ്ത് സിസ്റ്റമാറ്റിക് സ്റ്റഡീസ് വിൽ ആൾവേസ് ഹെൽപ്പ് യു. അവിടെ എൻട്രൻസിൻ്റെ മികച്ച വിജയം കണ്ട് അവിടെ ചെന്നിട്ട് ഉഴപ്പാൻ തുടങ്ങിയാൽ സാറ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഫെയിൽ ചെയ്യും. 5 വർഷം കൊണ്ട് പഠിക്കുന്നത് ചിലപ്പോൾ 6 വർഷമോ 7 വർഷമൊക്കെ എടുത്തുനിന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ കോളേജസിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന എല്ലാവരും അവിടെ ചെന്ന് ഉഴപ്പാതെ കുറച്ചൊക്കെ എൻജോയ് ചെയ്യാം. അതിന് തടസ്സമൊന്നുമില്ല. ഇനിയിപ്പോൾ 2 മാസത്തോളം ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ ചെന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മുടെ എല്ലാവരുടെയും ദീർഘകാലത്തെ ഒരു ആഗ്രഹമാണ് നമ്മുടെ മക്കൾ നല്ലൊരു നിലയിൽ എത്തണമെന്ന്. അപ്പോൾ അതിന് ഒരു കൂട്ടായ പരിശ്രമം, ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സന്തോഷം നമ്മളെല്ലാവരും എൻജോയ് ചെയ്യും. അപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ, ജോർജ് സാറ് പറഞ്ഞു കുട്ടികൾ പഠിച്ചിട്ട് ആണ് കിട്ടിയത്. അതിനാണ് ഏറ്റവും പ്രാധാന്യം. കാരണം അവർക്കാണ് എല്ലാ അനുമോദനങ്ങളും നമ്മൾ നേടേണ്ടത്. എന്നിരുന്നാൽ തന്നെയും ഞാനൊരു അധ്യാപകനാണ്. തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ HOD. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ കാണുന്ന ചില കാര്യങ്ങൾ, ഇതൊരു ടീം വർക്കായിരുന്നു. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരും വിദ്യാർത്ഥികളും പേരൻസും എല്ലാവരും കൂടി കൂട്ടായ ഒരു പരിശ്രമം നമ്മൾ നടത്തി. അതിൻ്റെ ഒരു കോച്ച് എന്ന നിലയ്ക്ക് ജോർജ് സാർ വർക്ക് ചെയ്തു എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം കോച്ചാണല്ലോ ഒരു കളിയെ ജയിപ്പിക്കുന്ന ആൾ. നമുക്കറിയാം ഏത് പ്ലേയിൽ. ആ ഒരു രീതിയിൽ
സാറിൻ്റെ ആ മോട്ടിവേഷനും അഡ്മിനിസ്ട്രേഷനും ഒരു നല്ല ടീച്ചറും എല്ലാ രീതിയിലും ആ ഒത്തുണങ്ങിയ രീതിയിലുള്ള ദീർഘകാലത്തെ ആ ഒരു അഡ്വൈസ്, അതായത് നമ്മൾ ആ ഫൗണ്ടേഷൻ മുതൽ തുടങ്ങുമ്പോൾ തന്നെ ഓരോ സമയത്ത് അധ്യാപകൻ നിലയ്ക്ക് ഞാൻ പ്രധാനമായിട്ടും നോക്കിക്കണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ വിജയത്തിലേക്ക് എത്തുന്നത് കൃത്യമായിട്ടുള്ള സമയത്ത് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കണം, അവർ പഠിക്കണം, അവരുടെ റിസോഴ്സസ് എഫക്റ്റീവായിട്ട് നമ്മൾ അവരെ യൂട്ടിലൈസ് ചെയ്തെടുക്കണം, അത് പ്രോപ്പറായിട്ട് എക്സാമിനേഷന് പ്രസൻറ്റ് ചെയ്യണം. അതുകൂടാതെ നമ്മളൊരു സേഫായിട്ടുള്ള ഒരു എൻവറോൺമെൻറ്റിൽ അവർ പഠിക്കണം. ഞാൻ ആ 4ാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ കോളേജിലൊക്കെ കാണുന്നത് ആ 4ാമത്തെ പോയിൻ്റാണ്. അത് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടിരിക്കുന്നത് ബ്രില്യൻറ്റിലാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പോയി ബ്രില്യൻറ്റിൽ എത്തിക്കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏത് ദിവസമാണെങ്കിലും എപ്പോഴാണെങ്കിലും ഏത് അധ്യാപകരുടെ അടുത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും അവർ വളരെ സേഫായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഓരോ അധ്യാപകരും നമുക്കറിയാം അവർ കൃത്യമായിട്ട് ഓരോ കുട്ടികളെ, ഇപ്പോൾ നമുക്ക് കോളേജുകളിലൊക്കെ ആണെങ്കിൽ എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് ഓരോ കുട്ടിയുടെയും പ്രോഗ്രസ് കൃത്യമായിട്ട് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ സെൻറ്ററിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ഈ സാറ് ഇപ്പോൾ കുട്ടികളുടെ ഫീഡ്ബാക്കിൽ നിന്ന് തന്നെ ഞാനൊന്നും പറയണ്ട, നമ്മളൊരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം കുട്ടികളുടെ കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ ഫീഡ്ബാക്കാണ് ഏറ്റവും പ്രധാനം. അവർ കൃത്യമായിട്ടത് പറഞ്ഞു, എങ്ങനെയത് ബ്രില്യൻറ്റ് കൊണ്ടുപോകുന്നുണ്ട്, എങ്ങനെയത് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നത്, ആർക്കും പരാതിയില്ലാതെ സമയാസമയങ്ങൾ. എൻ്റെ മോൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടിരുന്നത് അവൻ ടെൻഷൻ എന്ന് പറയുന്നൊരു സംഭവമില്ലായിരുന്നു. വളരെ കൂളായിട്ട് അവൻ വന്നു. പിന്നെ വൈഫ് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുക്കും, അവൻ കൂളായിട്ട് വന്ന് കൃത്യമായിട്ട് പഠിക്കുന്നു. പോള് എൻ്റെ മദർ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രണ്ട്സായിരുന്നു. അതുപോലെ തന്നെ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും, വൈകിട്ട് 10 മണിയാകുമ്പോൾ കിടക്കും. ബ്രില്യൻറ്റിൽ നിന്നുള്ള പോർഷൻസ് അപ്പം ഞാൻ ചോദിക്കും, ഇത്രയും പോർഷൻസൊക്കെ മാർക്കൊക്കെ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, കുറവല്ലേ? അത് കുഴപ്പമില്ല, കൃത്യമായിട്ട് ജോർജ് സാറും ജിത്ത് സാറും അവർ കൃത്യമായിട്ട് ഗൈഡൻസ് തരും, അതനുസരിച്ച് ആ സമയത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഓരോ 2 വർഷത്തെ അവസാനത്തെ ഒരു 2 വർഷത്തെയും ആ ഒരു പരിശ്രമം, ആ കൂട്ടായ പരിശ്രമം, അതിന് ഓരോ സമയത്ത് കൃത്യമായിട്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുകയും എന്താണ് കറക്റ്റീവ് ആക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് ബ്രില്യൻറ്റുകാർ അത് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം മറ്റ് സ്ഥാപനങ്ങളിൽ ഇപ്പം ഞാൻ കോളേജിൽ കുറേ കാലം കഴിഞ്ഞ 4 വർഷം പ്ലേസ്മെൻറ്റ് ഓഫീസറായിരുന്നു. ഇപ്പോഴത്തേക്ക് ഇവിടുന്ന് വരുന്ന കുട്ടികൾ, മിടുക്കരായിട്ടുള്ള കുട്ടികൾ അവിടെ വന്ന് പ്ലേസ്മെൻറ്റ് വന്ന നല്ല കമ്പനികളിലൊക്കെ 44 lakhs CTC കിട്ടത്തക്ക രീതിയിലുള്ള കമ്പനികൾ വരെ നമ്മുടെ കോളേജിലെ കുട്ടികൾ പ്ലേസ്ഡായി. അപ്പോൾ ഞാൻ കുറച്ച് കാലം ഓഫീസറായിരുന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജി, ഇവർ ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡോളജി, അതാണ് ഇവരുടെ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. ആ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊസീജിയർ, അവരത് മൂവ് ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയർ, കറക്റ്റീവ് കണ്ടിന്യൂസ് മോണിറ്ററിങ്, കറക്റ്റീവ് ആക്ഷൻസ്, ഓരോ കുട്ടികളുടെയും പെർഫോമൻസ് മോണിറ്ററിങ്, അതിൻ്റെ അനാലിസിസ്, അത് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുക. ഈ വിധ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം അവർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് അത് ഓരോ വർഷവും, ഇപ്പോൾ സാറ് പറഞ്ഞു, ഓരോ വർഷവും റാങ്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ മാനേജ്മെൻറ്റ് ടെക്നിക്സിൻ്റെ വളരെ നല്ലൊരു റിസൾട്ടാണ് കാണാൻ സാധിക്കുന്നത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.